നമുക്ക് നാടൻ കോഴി ഇറച്ചി വയ്ക്കാം. നിങ്ങൾക്കൊക്കെ ഏതിറച്ചിയാണ് ഇഷ്ടം? എനിക്ക് നാടൻ കോഴി ഇറച്ചിയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. നാടൻ കോഴി ഇറച്ചിയിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു 1.5 കിലോ ഇറച്ചിയാണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, സവോള എന്നിവ ഇട്ട് നമുക്കിതിനെ ഇളക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ആ പാത്രം ചെറുതായിപ്പോയി. 2 പാത്രം മാറ്റിയിട്ട് 3ാമത്തെ പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ മസാല, നൈമിത്രയുടെ ചിക്കൻ മസാല. ഇത് നാടൻ ചിക്കൻ മസാലയാണ്, ഹോം മെയ്ഡാണ്, നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. ഗരം മസാല, ചിക്കൻ മസാല, ഫിഷ് മസാല, പിന്നെന്താണ് ഇഡ്ഡലി ദോശ ചട്നി പൊടി, സാമ്പാർ മസാലയൊക്കെയാണ് ഞങ്ങളുടെ മസാലകൾ കേട്ടോ. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും ഞങ്ങൾ കൊറിയറായും പോസ്റ്റായും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ കട വരുന്ന MC റോഡിൽ നിലമേൽ കണ്ടൽക്കോടാണ്, കിളിമാനൂരേക്ക് പോകുമ്പോൾ കേട്ടോ. അപ്പോൾ അത് ചിക്കൻ മസാല 2 ടീസ്പൂണോളം ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ഈ ചിക്കൻ മസാല മുഴുവനും ഇട്ടിട്ട് മറ്റു മസാലകളൊന്നും ചേർക്കാതെ വയ്ക്കാം. നമ്മളിതൊരു വെറൈറ്റിയിൽ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അതിന് ഉപ്പുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഉപ്പുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതേ നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിന് വെള്ളമൊന്നും ചേർക്കാതെയാണ് വയ്ക്കുന്നത്. ഇത് കൊണ്ടുവന്ന് നമ്മൾ വിറകടുപ്പ് കത്തിച്ചിട്ട് വിറകടുപ്പിലിട്ടിരുന്നത് ഒരു 3/4 മണിക്കൂർ വേവിക്കുമ്പോൾ തന്നെ വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഒരു പഴയകാല ടേസ്റ്റ് വരും കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും വഴറ്റിയിട്ടില്ല. ഇതിന് വെള്ളമൊന്നും ഒഴിക്കുന്നേ ഇല്ല. ഉള്ളിയൊക്കെ വെച്ച് അടുപ്പിലോട്ട് വെച്ച് നമ്മൾ ഗ്യാസ് അടുപ്പിലാണ് വെച്ചത് കേട്ടോ. ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഇരുന്ന് ഒരു 15 മിനിറ്റോളം നമ്മൾ ഇളക്കി വെച്ച് കൊടുത്തു കേട്ടോ. എന്ന് വെച്ചാൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഇളക്കി വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വരും. അപ്പോഴേ അതിൽ തന്നെ വെള്ളം ഇങ്ങനെ ഊറി വന്നാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് മസാലയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിൽ തന്നെ വെള്ളം ഊറി ഇറങ്ങിക്കോളും. അപ്പോഴേക്കും നമുക്ക് ഒരു മസാല ഉണ്ടാക്കാം. ഇതിൽ നമ്മളിനി എരിവ് വേണ്ട, മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ചിക്കൻ മസാല. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി പൊടി, എരിവില്ലാതെ വെക്കാനാണ് കേട്ടോ. ചൂടല്ലേ, അപ്പോൾ കാശ്മീരി പൊടി കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടി 1/4 സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാശ്മീരി പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് ഈ ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് വരുന്നത്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല ആണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഗരം മസാലയുടെയൊക്കെ തന്നെ ഇത്രയും ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ചിക്കൻ മസാലയിൽ ഇതെല്ലാം ഉണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി കുരുമുളകും ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരുമ്പോഴത്തേക്കും നമ്മൾ എന്തോ ചെയ്യണം, നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ഇതങ്ങോട്ട് തട്ടി കൊടുക്കണം. ഇത് തട്ടണം. വിറകടുപ്പ് വെച്ചാലും സൂപ്പറാണ് കേട്ടോ. ചെറിയ തീയിലവിടെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ നല്ലതായിരിക്കും. നാടൻ കോഴിയുടെ ചിക്കൻ കറി. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. നമ്മൾ പിന്നെ നമ്മുടെ ചിക്കൻ മസാലയെക്കുറിച്ച് കൂടി പറഞ്ഞതാണ് കേട്ടോ. ചിക്കൻ മസാല ചേർത്ത് പലരും വെക്കുന്നത് കാണാം. നമ്മുടെ ചിക്കൻ മസാലയിൽ യാതൊരുവിധ മായങ്ങളോ കലർപ്പോ ഒന്നുമില്ല. വീട്ടിൽ തന്നെ ഇടിച്ച് ഉണ്ടാക്കുന്നതാണ്. കഴുകി ഉണക്കി പൊടിച്ച് ഇടിച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ചിക്കൻ കിടന്ന് ഇങ്ങനെ തിളക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഊറി വന്ന വെള്ളത്തിൽ നിന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ മസാലപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിന് പകരം നമ്മുടെ ചിക്കൻ മസാല ചേർക്കാം, ഫുള്ളായിട്ട് ചേർക്കാം. വേറെ പൊടിയൊന്നും വഴറ്റണ്ട. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. നേരെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. തിളച്ച് വരുമ്പോൾ കുറച്ചും കൂടി ചിക്കൻ മസാല ആദ്യം ഒന്നിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതൊരു വെറൈറ്റിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല വാങ്ങിച്ചാൽ 100 ഗ്രാം ചിക്കൻ മസാല മേടിച്ചാൽ നല്ല എളുപ്പമായിരിക്കും. പിന്നെ വെള്ളം തിളപ്പിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കറിയായിട്ട് വേണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി അത് അവിടെ ഇരുന്ന് ചെറിയ തീയിലിരുന്ന് എണ്ണ തെളിയണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി, വലിയ തക്കാളിയാണ്, 2 തക്കാളി ഇടണം. ഒരു വലിയ തക്കാളി ആയതുകൊണ്ട് വലിയ തക്കാളി ഇട്ടതാണ് കേട്ടോ. അതും കൂടെ അതിലോട്ടിരുന്ന് ഇങ്ങനെ വേവട്ടെ. എല്ലാം കൂടെ നല്ലതായി വേവണം. തക്കാളി പിന്നെ ഇട്ടാലും മതിയായിരുന്നു. നല്ലപോലെ വെന്ത് പോകും തക്കാളി ഇപ്പോഴിട്ടാൽ. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് അങ്ങനെ വെച്ചു. ഇത് നമുക്ക് ചോറിനൂടെ കഴിക്കാനും
മരച്ചീനിയുടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക്, പെരുംജീരകം എന്നിവയിട്ട് വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചാൽ മാത്രം മതി. അപ്പോൾ കടുകാണ് ആദ്യം ഇട്ട് കൊടുത്തത് കേട്ടോ. കടുക് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് പെരുംജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ട് ഇതിലേക്ക് തട്ടാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇത് നമുക്ക് നെയ്യുന്നതോ അതിലേക്ക് തട്ടിക്കൊടുക്കാം. അതെ, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് ചൂട് ചോറിനൊപ്പം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ചിക്കൻ കറി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വരണം. മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നാടൻ രീതിയിൽ പണ്ടൊന്നും മല്ലിയിലയൊന്നും ചേർക്കൂലായിരുന്നു. സാധാരണ കറി വയ്ക്കുന്ന രീതിയിലാണ്. അപ്പോൾ നാടൻ കോഴിക്കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നമ്മൾ കുറച്ച് പുതിയ കാര്യങ്ങൾ കൂടി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നാടൻ കോഴി പണ്ടത്തെ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെയാണ് ഒരു ടേസ്റ്റ് കൂടുതലെന്ന് പറയാം. അപ്പോൾ നമ്മൾ ചൂട് ചോറിലേക്ക് കറി കോരി വയ്ക്കാണ്ട് ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചൂട് ചോറ് ഇച്ചിരി ചക്ക കിട്ടി. അപ്പോൾ ചക്ക, നമ്മുടെ ചിക്കൻ കറി, രസം. അപ്പോൾ അച്ചാറൊക്കെ ഉണ്ട്. നമ്മൾ അച്ചാർ ഒന്നും പൊട്ടിച്ചില്ല, എടുത്തില്ല കേട്ടോ. പിന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ കറിക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണ് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ചക്ക ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണ്. ചക്കയും ചിക്കനും നല്ല കോമ്പിനേഷനാണെന്ന് വെച്ചാൽ കിഴങ്ങാണ്, നമ്മുടെ കപ്പയാണ് നമുക്ക് നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് ചക്ക ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ടാറ്റാ.